ഹായ്, എന്താ പാട്? സുഖല്ലേ? പൊട്ടനെന്ന് വിളിച്ചിട്ട് ഞാൻ പൊട്ടന്മാരെ ചെറുതാക്കണില്ല. നിങ്ങൾ തന്നെ കണ്ടോക്കി. സംഭവം വേറൊന്നുമല്ല. നമ്മളെ മറ്റേ പുട്ട് മുഴുവാണ് മുണുങ്ങിയിട്ട് വള്ളം കിട്ടാതെ പെടീനൊരു ചങ്ങായില്ലേ, എന്താ അവന്റെ പേര്? ഫസല് കാരക്കാട്ടോ അങ്ങനെ എന്തോ ആണ്. ഓനിപ്പോ ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് വന്നപ്പോഴും എന്താ സംഗതി എന്നല്ലേ, നിങ്ങൾ തന്നെ കണ്ടോ. ലോകത്തെ സകല നേതാക്കന്മാരെയും മറികടന്നുകൊണ്ട് നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിലും ഒന്നാമത് എത്തിയിരിക്കുന്നു. 100 മില്യൺ ഫോളോവേഴ്സ്. അതേടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് നരേന്ദ്രമോദി അല്ല, ഇവിടെയുള്ള മോദി വിരുദ്ധരുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മോദിയുടെ കാൽഭാഗമെങ്കിലും ആളുകളുടെ ജനപിന്തുണ ഉണ്ടോ? ലോകത്തെ എന്താ ഇതിന് മറുപടി പറയണേ? ഇന്ന ചിലപ്പോ പൊട്ടന്മാര് തല്ലും. അതാണ് അവസ്ഥ. ഓപ്പൊ പറഞ്ഞു വന്ന എന്താ എനിക്ക് മനസ്സിലായോ? അതിനു മുമ്പ് ചെങ്ങായിച്ചാന്റെ ഈ കണ്ണും മൂക്കൊക്കെ ഒന്ന് എടുത്ത് ആ മുഖത്ത് വെക്ക്. ഇതൊക്കെ പാടത് പുറത്ത് ചാടിയിട്ട് മനസ്സിന് പേടിയാവണു. എന്തിനാ അങ്ങനെ നെടുവീർപ്പിട്ടിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഇടങ്ങാറാക്കണു? ഞാൻ എനക്കുള്ള മറുപടി തരാം. ഇപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് ചോദിച്ചാല്, ഇൻസ്റ്റഗ്രാമില് 100 മില്യൺ ഫോളോവേഴ്സ് അയക്കണു നരേന്ദ്രമോദിക്ക്. ഇതിനേക്കാൾ വലിയ അഭിമാനം എന്താന്ന്? പിന്നെ രാഹുൽ ഗാന്ധിനെ നൈസായിട്ടൊരു ഊക്കും. അതിന്റെ കാൽ ഭാഗമെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്നുള്ളത്. അതായത് ഒരു 25 മില്യണെങ്കിലും വേണ്ടേ? അതില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കി കൊടുക്കുന്നതാണ്. സംഭവിച്ച് പറഞ്ഞത് ശരിയാണ്. ഡിസ്പ്ലേയിൽ കാണാനൊക്കെ 100 മില്യണൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് 12 മില്യണേ ഉള്ളൂ. അതും സത്യം തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് 12 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ 12ഉം ജനൂന. അന്റെ ഈ നരേന്ദ്രമോദിയുടെ 100 മില്യൺ കാണുന്നില്ലേ, അത് അയാളെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ മാതിരി തന്നെയാണ്. യാതൊരു വാലും തലയില്ല. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യാ അറിയോ? അയാളെ പ്രൊഫൈൽ എടുക്കുക, എന്നിട്ട് അയാളെ ഇങ്ങോട്ട് ഫോളോ ചെയ്ത ആളുകളില്ലേ, അതിന്റെ ഒരു 1000 എണ്ണം, അല്ലെങ്കിൽ വേണ്ട ഒരു 10,000 എണ്ണം, അല്ലെങ്കിൽ വേണ്ട ഒരു 1 മില്യൺ ഇതൊന്ന് നോക്ക്. ആ 1 മില്യൺ ഫേക്ക് ആയിരിക്കും. സംശയം ഉണ്ടോ എനക്ക്? ഇല്ല, അതൊന്ന് കണ്ടോ. ഇതാണ് അവസ്ഥ. ആകെപ്പോ ഇന്ത്യക്ക് കിട്ടിയ അഭിമാനം ഇതാണെന്ന് പറഞ്ഞിട്ടിരിക്കാണ് ഈ ചെങ്ങായി. അതിനാണ് ഓന്റെ കണ്ണും മൂക്കൊക്കെ പാടവൻ പുറത്തേക്ക് ഇട്ടിക്കണത്. അതും വെറുതെ ആയി. കാരണം എന്താ അറിയോ, ഞാനിത് അപ്പൊ തന്നെ ഒന്ന് കേറി നോക്കി. എടുത്ത് നോക്കണത് മുഴുവൻ ഫേക്ക് അക്കൗണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് കാണുന്നത്. ഒന്ന് ആലോചിച്ചോക്കെ. ഈ ഫേക്ക്, അതായത് ഇപ്പൊ 169 ഉറുപ്പിക ഉണ്ടെങ്കിൽ 10K മറ്റേ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം ചെയ്ത് നടക്കുക. അതിന്റെ അടിയിൽ കൂടെയാണ് ഇപ്പോ ഇത് വലിയൊരു സംഭവമാക്കി നടക്കുന്നത്. ഈ ഫേക്ക് ഫോളോവേഴ്സ് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇതൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യക്കുള്ള അഭിമാനം. വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. എന്നിട്ട് എന്റെ പെങ്ങളെ പടുത്ത് കെട്ടിച്ചില്ലേ, അളിയന് ശ്രീധരൻ കൊടുത്തത് മോഡിക്ക് കിട്ടിയ മില്യൺ കണക്കിന് ഫോളോവേഴ്സിന്. പൊന്നാര ചെങ്ങായി, ഇത്ര വലിയ മുതലാണെന്ന് അറിഞ്ഞിട്ടും എന്റെ പെങ്ങളെ വന്ന് കെട്ടിയോണില്ലേ, ഓനാണ് ഐക്കും വലിയ മുതല്. വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇജ്ജു എന്റെ ഫാമിലി. എന്നിട്ട് അങ്ങനത്തെ ഒരു ഫാമിലിന്ന് ഒരുത്തൻ പെണ്ണെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓന്റെ കുടുംബ പാരമ്പര്യം, ഓന്റെ അന്തസ്സും അഭിമാനം എത്രത്തോളം വലുതാവുന്നുള്ളത് സാധാരണക്കാരായ ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് അധികം കടന്ന് മെഴുകൊന്നും വേണ്ട. ഇനി കഴിഞ്ഞിട്ടില്ല, അതാ വേറെ ഒന്നുകൂടിയും കാണിച്ചു തരാം. ഈ റമദാൻ മാസത്തിൽ പോലും ഇറാന്, ബംഗ്ലാദേശ്, പാകിസ്ഥാന്, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈന് ഇതുപോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളില് മുസ്ലിങ്ങൾക്ക് പോലും ഒരു സമാധാനവുമില്ലാതെ യുദ്ധഭീതിയിൽ മുന്നോട്ടു പോകുന്നു. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന RSS ഭരിക്കുന്ന ഭാരതത്തില് ഓരോ മുസൽമാനും, ഓരോ ഓരോ ക്രിസ്ത്യാനിയും, നാനാ മതത്തിൽപ്പെട്ട മനുഷ്യരും ഒരുമിച്ച് സൗകര്യത്തിൽ, സുരക്ഷയിൽ, സമാധാനത്തിലല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥനയിൽ നിന്ന് എന്നെ ഒന്നൊഴിവാക്കി തരണം. എന്താ ചെങ്ങായി, ശ്വാസം മുട്ടണു. ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ ഇജ്ജ് എങ്ങനെ ഇത് പറയണേ? ഒരു പിടുത്തമല്ല. അതൊക്കെ അവിടെ കെട്ടെ. ആര് പറഞ്ഞറിയാ തന്റെ അളിയനും കൂട്ടരോ?
ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതാണ് എന്നൊക്കെ ആരോർപ്പം ഇതൊക്കെ പറയണം. ഇതൊക്കെ അളിയം ഇരുന്ന് വരുമ്പോ ഓനോട് പറഞ്ഞോളാം. ഈ RSSും BJPയും അന്നേക്കാ വലിയ തല തൊട്ടപ്പന്മാരെ വരെ വാഴ്ത്തി ബുർജ് ഖലീഫയുടെ മോള് കൊണ്ടുപോയി താഴത്തേക്ക് ഇട്ട ആളുകളാ. അത് ആദ്യം മനസ്സിലാക്കെ. അന്നെ പോലെ വർഗീയത കൊണ്ട് ജീവിച്ചിരുന്ന അലി അക്ബർ, അതുപോലെ തന്നെ എന്താ നരസിംഹം അല്ലേ, രാമസിംഹം, എങ്കിലും സിംഹം ആയിക്കോട്ടെ, പിന്നെ ആ ചങ്ങായി, അതുപോലെ തന്നെ ജസ്ന, ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താ? ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയെ ഇവരെന്നെ എടുത്ത് താഴത്ത് കിട്ടു. അതിനധികം താമസമൊന്നുമില്ല മോനെ. ഇജ് പറഞ്ഞത് ബാക്കിയുള്ളടത്തൊക്കെ യുദ്ധ ഭീതിയിൽ പേടിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പേടിയില്ലാതിരിക്കണെന്നുള്ളത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തിനാ യുദ്ധം പേടി? അല്ലാതെ തന്നെ ഉണ്ടല്ലോ ഇവിടെ പേടി. വർഗീയത കൊണ്ട് മാത്രം അന്നെ പോലും അന്റെ ചേക്കാരെ പോലും നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. നിറം നോക്കിയും ജാതി നോക്കിയും വസ്ത്രം നോക്കിയും ഒക്കെ രണ്ടായി മനുഷ്യരെ കാണുന്ന കൂട്ടരാണ് അന്റെ കൂട്ടക്കാര് അല്ലെ. ഇതൊക്കെ ഇങ്ങനെ വന്നൊരു വീഡിയോ ആക്കി നിന്ന് പറയാനും വേണം ഒരു ഗഡ്സും ഒരു നാണവമാനം. അത് ശരി, ആരോടപ്പ പറയണില്ലേ? നാണവമാനത്തിനെ കുറിച്ചിട്ടും പിന്നെ അഭിമാനത്തെ കുറിച്ചിട്ടൊക്കെ എന്നോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വർഗീയത കൊണ്ട് മാത്രം കുടുംബം നോക്കണതും വർഗീയത കൊണ്ട് മാത്രം ഒരു പെങ്ങളെ കെട്ടിച്ചു വിട്ട എന്നോട് ഇപ്പൊ ഞാനാണ് അഭിമാനത്തെക്കുറിച്ചും നാണവമാനത്തെ കുറിച്ചിട്ടൊക്കെ പറയണേ അല്ലെ. എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, ഉമ്മ മരിച്ചിട്ട് വരെ ആഘോഷിച്ചോന്. ഓന്റെ അവസ്ഥ എന്താ അറിയോ? ഓപ്പ സ്വയം പറഞ്ഞപ്പോഴും ഓനെ ആരൊക്കെ കൊല്ലാൻ വരികയാണ്, ഓനക്ക് ആരൊക്കെ എന്തൊക്കെ വധശ്രമം ഉണ്ട് എന്നൊക്കെ. ഇതാ ഖമനയെ അപമാനിച്ചതിന് ശരീഅത്ത് നിയമപ്രകാരം ഡോക്ടർ ആരിഫ് ഹുസൈന് മരണശിക്ഷ നൽകാൻ തങ്ങൾ തീരുമാനിച്ചുവെന്നാണ് ഇമെയിലിൽ പറയുന്നത്. തങ്ങളുടെ സൈബർ സംഘം ഡോക്ടർ ആരിഫ് ഹുസൈൻ താമസിക്കുന്ന കൃത്യമായ സ്ഥലം അല്ല ഡോക്ടർ ആരിഫ് ഹുസൈനും ചങ്ങായി ഹോമിയോപ്പതിയിൽ മരുന്ന് പൊതിയായിരുന്നു എന്റെ പണി. അതും ഈ വർഗീയത കൊണ്ട് പിന്നെ എന്നിറങ്ങിയോ അന്ന് ആ പദവി എടുത്ത് വളഞ്ഞേക്കുള്ളൂ. പിന്നെ ഏത് വാപ്പയാടുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയണത്? ഇവനെ എവിടുത്തെ ഡോക്ടറാ? നടത്തിയിട്ടുണ്ട്. കൃത്യനിർവഹണത്തിനായി ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തങ്ങളുടെ സേന കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം പീഡിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി തലവെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. കക്കൂസ് പൊളിച്ചാരും ജയിലിൽ പോകൂല, അത് ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നോടിപ്പോ പറയാണ് ഇവിടുത്തെ നമ്മുടെ ഭരണകൂടം നിയമം പറയാണ്, ഇജ് ഓനെ അങ്ങോട്ട് ഇല്ലാതെ ആക്കിക്കോ, അന്നെ കൊണ്ട് ഓൻ എന്താ ചെയ്യാൻ കഴിയുക അത് ചെയ്തോ, അന്നെ ഇവിടുത്തെ നിയമം വെറുതെ വിടും എന്ന് പറഞ്ഞാൽ പോലും ഈ തീട്ടക്കേസ് ഞാൻ ഏറ്റെടുക്കൂല. കാരണം എന്താ അറിയോ, ഓൻ അങ്ങനെ ചാവേണ്ടവനല്ല, മനസ്സിലായോ? ഓനൊക്കെ കുറച്ച് കാലം നിൽക്കണം ഈ ഭൂമിയില്. എന്താന്ന് ചോദിച്ചാൽ ഓൻ ഇത്രയും വർഗീയത ഇവിടെ ഉണ്ടാക്കിയിട്ടും ഓൻ്റെതൊന്നും ഏൽക്കണില്ല. പണ്ട് ജനൻ TV ഇല്ലേ, ഇതാ വധഭീഷണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറങ്ങിയിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങള്? ഇതാ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജനൻ TVക്ക് ഭീകരാക്രമണ ഭീഷണി. ഭീകരാക്രമണ ഭീഷണി. ഇതേ അവസ്ഥയാണ് പോകേണ്ടത്. എന്താ അറിയോ, ആരും ഒന്നും പറയല്ലെങ്കിൽ ഇതേപോലത്തെ വധഭീഷണിയൊക്കെ വരും. കഞ്ഞു കുടിക്കണ്ടേ? ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കണില്ല. സംഘികൾക്ക് വരെ മനസ്സിലായിക്കണു ഇവന്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇവന്റെ വർഗീയതി വില പോകാത്തൊരു സമയമാണ് ഇപ്പോ. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. എന്തായാലും അവന്റെ ബാക്കി കേൾക്കാം. അങ്ങേയറ്റം പീഡിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി തലവെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. നമുക്കറിയാം ഇവിടെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് സംബന്ധിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു, അതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. അത് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യത്തിരുന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ മറുപടികളൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുള്ള അവരുടെ കൂടെയുള്ള മറുപടി എന്ന് പറയുന്നത് വധഭീഷണിയാണ്. അപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ ഷിയ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ID, ആ ഗ്രൂപ്പിന്റെ ഒരു മെയിൽ ID, അതിൽ നിന്നാണ് എനിക്കിപ്പോ ഒരു ഭീഷണി ലഭിച്ചിരിക്കുന്നത്. എന്റെ തലയെടുക്കും, എന്നിട്ട് അത് പൊതുദർശനത്തിന് വെച്ച് ഇവിടെ ആളുകൾക്ക് തുപ്പാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ അതായത് ആഗ്രഹമാണ്. പിന്നെ അതായത് ഇവന്റെ തല ഇതാക്കിയിട്ട് അയിമക്ക് തുപ്പാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ആരെങ്കിലും തുപ്പോ? അത്രയും നേരം നമ്മുടെ തുപ്പല് എന്ന് പറയുന്ന സാധനം നമ്മുടെ വാക്കകത്തായിരുന്നു അല്ലെ. അതിനെ പിന്നെ അങ്ങനത്തെ ഒരു മാലിന്യമുള്ള ഒരു സ്ഥലത്തേക്ക് ആരെങ്കിലും വലിച്ചെറിയോ? തുപ്പിക്കളയോ? നിങ്ങൾ തന്നെ പറ. പിന്നെ ഓൻ പറയുന്നത് അവർക്ക് തിരിച്ച് മറുപടി ഒന്നുമില്ല. അവർക്ക് ആകെ അറിയുന്നത് ഈ കൊല്ലും
കൊലയൊക്കെയാണ്. അല്ലാതെ അവർക്ക് മറുപടി ഒന്നും ഇല്ല എന്നാ പറയുന്നത്. അവർക്ക് ആകെ അറിയാവുന്നത് മറ്റേ ഇങ്ങനെ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, മറുപടി ഇല്ലല്ലോ എന്ന്. സ്വന്തം മാതാവ്, ജന്മം നൽകിയ മാതാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഉമ്മ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഹൂറന്മാരൊന്നും ഇല്ലല്ലോ അവിടെ, ഇക്കണ്ടതൊക്കെ വെറുതെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മാനെ പച്ച വ്യഭിചാരിക്ക് തുല്യമായിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലും ഈ സോഷ്യൽ മീഡിയയിലും അത്രയും അപമാനിച്ചു. എങ്ങനെ ഒരു മയ്യത്തിനോട് പോലും ഒരു കരുണ കാണിക്കാത്ത ഈ പരനാറിക്കാണ് ഇപ്പൊ ഞമ്മള് തുപ്പുക. ഞാൻ അതും തുപ്പൂല മോനെ, എന്റെ തുപ്പലത്തിന് ഞാനൊരു വില കൽപ്പിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് കൊതിച്ചിട്ട് ചങ്ക് വറ്റി വരളുമ്പോ ആ ഉമിനീരാണ് എനിക്ക് പലപ്പോഴും എന്റെ തൊണ്ടയൊന്ന് നനക്കുക. അങ്ങനെയുള്ള ഒരു ഉമിനീരിനെ ഒരിക്കലും ഞാൻ നിന്റെ മുഖത്തേക്ക് തുപ്പൂല, മനസ്സിലായോ? അതിനെ പോലും ഞാൻ റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് കടന്ന് മെഴുകണ്ട എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി കണ്ട് ഭയക്കുക എന്നുള്ളതിനൊക്കെ അതൊന്നും അല്ല. അതൊക്കെ ഇതിനു മുന്നേ ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, ഈ മതനിന്ദ നടത്തുന്നു എന്നതിന്റെ പേരിലൊക്കെ ഇതേപോലെ നടത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി. പക്ഷെ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംഗതികളാവുമ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് കുട്ടികളിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അത് പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആദ്യമേ പറയാനുള്ളത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിന് വീട്ടിൽ കയറിയാണ് വെട്ടിയതും കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഈ കോർ ഇഷ്യൂ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഭീഷണി സന്ദേശം കേരള ചേലക്കാതെ പോവാ ചെങ്ങനെ, എല്ലാരും ബാധ്യസ്ഥ. എന്റെ സംഘികളെ വിളിച്ചോ, എന്റെ വാക്ക് കേട്ട് കേട്ട് ഇങ്ങനെ പുളകം കൊള്ളുന്ന സംഘികളെ പോലെ കാവലെടുത്തിക്കളാ. എന്തേ പറ്റുകണക്ക് ഇജ്ജ് എന്തിനങ്ങനെ പേടിക്കണു? ഇജ്ജ് പേടിക്കണ്ട. അന്നെ ഇവിടെ തൊഴാൻ മുസ്ലിങ്ങൾ തന്നെ അയക്കൂല. കാരണം എന്താ അറിയോ, ഇജ്ജ് ഇവിടെ നിക്കണം, ഇജ്ജ് ഇവിടെ നിലനിന്നിട്ട് തന്നെ ഇവിടെ ഓരോന്നും കാണണം. ഇജ്ജൊന്നും പറയണതൊന്നും അല്ല ഇവിടെ നടക്കണെന്നുള്ളത് അറിയണം. പിന്നെ മാത്രല്ല, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം ഇജ്ജ് ചെയ്തുകൊണ്ടിരിക്കണേ, സംഘികളത് വാങ്ങി ഇങ്ങനെ നക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിലും ഇജ്ജ് ചെയ്യണുണ്ടല്ലോ, അത് മതി. ഇജും ജസ്ന സലീം ഒക്കെ ചെയ്യണ എന്താ വെച്ചിട്ടാ, മുസ്ലിം എക്സ് മുസ്ലിമാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘികളെങ്ങനെ പറ്റിച്ചു തിന്നണില്ലേ, അത് മതി. അത്രേ വേണ്ടുള്ളൂ. ഞങ്ങളും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സംഘികൾക്ക് ഞങ്ങൾ പോലും മനസ്സുകൊണ്ട് കൊടുക്കാൻ വിചാരിച്ചാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ലൈവായിട്ട് ഓലയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. അത്രയ്ക്കേ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശരി എന്നാ, ഓക്കെ, ബൈ.